സൂറത്തു ആലു ഇമ്രാനിലെ 134 ആയത്താണ്. ദേഷ്യം പിടിച്ചാൽ 2 രൂപം ഉണ്ട്. അതിൽ ഭൂരിപക്ഷം ആളുകൾക്കും പരിചയമുള്ള എന്താണ്? ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്ഫോടനമാണ് ഉണ്ടാവുക. ചീത്ത പറയും, അടിക്കും, ബന്ധങ്ങൾ മുറിക്കും, ചെയ്തുകൊണ്ടിരുന്ന നന്മകളെ ബ്ലോക്ക് ചെയ്യും. ഒരു ദേഷ്യത്തിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്നതൊക്കെ തിന്മകളായിരിക്കും. ഒന്നിനു പുറകെ ഒന്നായി തിന്മകളായിരിക്കും. എന്നാൽ ദേഷ്യം പിടിക്കുക എന്നുള്ളത് മോശമായൊരു കാര്യമല്ല, മറിച്ച് ഒരാളുടെ ആരോഗ്യത്തിൻ്റെ അടയാളമാണ്. അതായത് സലീമായ ഫിത്രത്തുള്ള ഒരാൾക്ക് ദേഷ്യം പിടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ശക്തമായി ദേഷ്യം പിടിക്കാറുണ്ട് റബ്ബിൻ്റെ കാര്യത്തിലും. അപ്പോൾ ദേഷ്യം എന്നുള്ളത് മനുഷ്യൻ്റെ ഫിത്രത്തിൽ അല്ലാഹു ഇട്ട് തന്ന നല്ലൊരു വികാരമാണ്. പക്ഷേ ആ ദേഷ്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുകൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് സൂറത്തു ആലി ഇമ്രാനിലെ 134 കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. ബുദ്ധിമുട്ടുള്ളപ്പോഴും ഐശ്വര്യമുള്ളപ്പോഴും ദീനീ മാർഗത്തിൽ അവർ പണം ചെലവഴിക്കും. വൽ കാളിമീനൽ ഗൈള. ദേഷ്യത്തെ വിഴുങ്ങുന്നവരാണവർ. കളമെന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം. അഥവാ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് ചാടാൻ നിൽക്കുകയാണ്, പിടിച്ചു വെക്കുക. ഹബ്സ്, പിടിച്ചു വെക്കലാണത്, വിഴുങ്ങലാണത്. ദേഷ്യം ഉണ്ടാവും, പക്ഷെ അത് നാവിലേക്ക് വരാതെ സൂക്ഷിക്കുക. നാവിലേക്ക് വരാം, അതാണ് കളമെന്ന് പറഞ്ഞാൽ. ഉള്ളിലേക്ക് പിടിച്ചു വെക്കണം, വിഴുങ്ങണം. നാവിലും വരരുത്, പ്രവൃത്തിയിലും വരരുത്. അത് അപാരമായൊരു കഴിവാണ്. വിശ്വാസികൾക്ക് അല്ലാഹു അത് നൽകും. അവർ ശരിക്കൊന്ന് ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദേഷ്യത്തെ അടക്കി വെക്കാനുള്ള കഴിവ് ലഭിക്കും. വൽ കാളിമീനൽ ഗൈൾ. ദേഷ്യത്തെ വിഴുങ്ങണം. ഒന്നാമത്തെ കാര്യം അതാണ്. ദേഷ്യം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അതിനെന്ത് ചെയ്യണം? ദേഷ്യപ്പെടാത്തവർ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ദേഷ്യം ഉണ്ടാവും മനുഷ്യന്. പക്ഷേ ആ ദേഷ്യത്തെ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് കളം, അതിനെ പിടിച്ചു വെക്കണം. നാവിലേക്ക് വരരുത്, കൈകളിലേക്ക് വരരുത്, മുഖത്ത് പോലും എക്സ്പ്രഷൻസ് വരാതിരുന്നാൽ ഖൈർ. പിന്നെയോ 2 വൽ ആഫീന അനിന്നാസ്. ഇതതിൻ്റെ നേരെ മേലെയാണ്. ജനങ്ങൾക്ക് മാപ്പ് നൽകുക. സാരല്ല പോട്ടെ, ദേഷ്യം മുറുക്കി പിടിച്ചെന്ന് മാത്രമല്ല, മാപ്പ് നൽകി. ചിലരൊന്നും പറയൂല, ഒന്നും പറയില്ല, പക്ഷെ മനസ്സിലവിടെ ഇടും. പിന്നീടുള്ള പ്രവൃത്തിയിലൊക്കെ അതിങ്ങനെ കാണാൻ പറ്റും. ആ ദേഷ്യം ഉള്ളിലുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളൊക്കെ പിന്നീട് അവരുടെ നിലപാടുകളിൽ കാണാൻ പറ്റും. അങ്ങനെ ആവരുത്. വൽ ആഫീന അനിന്നാസ്. മാപ്പ് നൽകുക. സാരല്ല, പുറത്തു കൊടുക്കുക. നമ്മെ ദേഷ്യം പിടിപ്പിച്ചത് ആരാണോ, ഏത് വിഷയമാണോ, ജനങ്ങൾക്ക് മാപ്പ് നൽകുക. വൽ ആഫീന അനിന്നാസ്. 3 വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതിനു പുറമെ അവർക്കൊരുപാട് നന്മകൾ ചെയ്തു കൊടുക്കുക. അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ദേഷ്യം പിടിച്ചത് ഉള്ളിൽ ഒതുക്കിയെന്ന് മാത്രമല്ല, മാപ്പ് നൽകി. അതിനു പുറമെ ആരാണോ ദേഷ്യം പിടിപ്പിച്ചത് അവർക്കൊരുപാട് നന്മകൾ കൂടി അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞില്ലേ. ഇങ്ങനെ സാധിക്കുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്ന വികാരത്തെ ഏറ്റവും മനോഹരമായി അവരെന്ത് ചെയ്യുന്നു? കൈകാര്യം ചെയ്യുന്നു. അല്ലാത്തവരോ ദേഷ്യം പിടിച്ചാൽ ആദ്യം തന്നെ അത് നാവിൽ വരും. പിടിച്ചു വെക്കുന്നില്ല, നാവിൽ പച്ചയായ ചീത്തവാക്കുകളും തെറിവാക്കുകളും വരും. ചിലപ്പോൾ അടിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യും. അതിനു പുറമെ ഞാൻ നിനക്ക് ഇനി ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന് പറയും, പുറത്തു കൊടുക്കൂല. അതിനും പുറമെ പിന്നീട് അങ്ങോട്ട് ഇത്രയും കാലം ചെയ്ത വല്ല നന്മകളുണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ചിലർക്ക് ദേഷ്യം പിടിച്ചാൽ അങ്ങനെയാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സ്വർഗത്തിൻ്റെ ആളുകൾ അവരുടെ സ്വഭാവമായി അല്ലാഹു പറയുന്നത് ദേഷ്യം അടക്കും, മാപ്പ് നൽകും, പുറമെ ഒരുപാട് നന്മകളും ചെയ്തു കൊടുക്കും. ഇത് വിശ്വാസികൾക്കല്ലാതെ ആർക്കാണ് കഴിയുന്നത്? ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. സൂറത്തു ആലു ഇമ്രാൻ 134.